വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുന്ന ഭീകരജീവി, അതിന്റെ ചിത്രമാണ് ഈ വരച്ചിരിക്കുന്നത്. ഈ ജീവിയുടെ രൂപം എങ്ങനെയാണെന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. 7-ാം വാക്യം, വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. കണ്ട, യുദ്ധത്തിന് ചമച്ച കുതിര ഇങ്ങനെയാണ്, അതിന്റെ ശരീരം അതുപോലെ ഇരിക്കുന്നു. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെ, പൊൻകിരീടം കണ്ടോ, മുഖം മനുഷ്യന്റെ മുഖമാണ്. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്, പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു. മുടി ഉണ്ട്, പല്ല് സിംഹത്തിന്റെ പല്ലാണ് ഈ കാണുന്നത്. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്, ഇത് കവചമായി കാണിക്കുന്നത്. പിന്നെ ചിറകിന്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിരതേരുകൾ ഒച്ച പോലെയായിരുന്നു. തേളിനുള്ളത് പോലെ വാലും വിഷമങ്ങളും ഉണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിക്കാൻ അതിന്റെ ശക്തി വാലിലായിരുന്നു. യുദ്ധത്തിന് ചമയിച്ച കുതിരയുടെ ശരീരം, മനുഷ്യന്റെ മുഖം, പെണ്ണുങ്ങളുടെ മുടി, സിംഹത്തിന്റെ പല്ല്, പൊൻകിരീടം ഉള്ളതുപോലെ, ചിറകുണ്ട്, തേളിന്റെ വാലുണ്ട്. ഇതാണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഇത് ഇന്റർനെറ്റിൽ നോക്കിയിട്ട് ഒരാളും വചനപ്രകാരം വരച്ചിട്ടില്ല, വേറെ പലതരത്തിലും വരച്ചിട്ടുണ്ട്. അതായത് വചനപ്രകാരം ഇത് തന്നെയാണ്. ഇത് 100% ഇങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷെ വചനപ്രകാരമുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ചേർത്തിട്ടുണ്ട്. അതാണ് ഈ ആദ്യത്തെ എക്സ്പ്ലനേഷൻ. പിന്നെ അടുത്തത് കാണുന്നത് വെളിപ്പാട് 9:16 കാണുന്ന കുതിരകൾ. ആ കുതിരയെ പറ്റി പറയുന്ന കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ, അവർക്ക് തീനിറവും രക്തനീലവും ഗന്ധവർണമായ കവചമുണ്ടായിരുന്നു. രക്തനീലം ഈ കളറായി പറയുന്നത്, അതൊക്കെ ഇതിലുണ്ട്. ഗന്ധവർണം, അതും ഇത് ഗന്ധവർണം. പിന്നെ തീനിറന്ന ചുമന്ന നിറം, അത് അതിൻ്റെ വായ തുറന്നത് ചുമന്ന നിറമായിട്ടാണ് കാണിക്കുന്നത്. അതിൽ മിസൈൽസ് പിടിപ്പിച്ചിട്ടുണ്ട്. കുതിരകളുടെ തല സിംഹമുള്ളത്. അപ്പം ഇത് മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയാൽ യോഹന്നാൻ ദർശനത്തിൽ കാണിക്കും. ഇതിൻ്റെ മേലെ കുറേ യുദ്ധത്തിനൊക്കെ പോകുന്നത് മനസ്സിലാകാണ്ടിരിക്കാൻ വേണ്ടി കുറേ പുല്ലും വൈക്കോലും ഒക്കെ ഇതിൻ്റെ മേലെ ഇടും. അപ്പോൾ അത് ഏതാണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു സിംഹത്തെ പോലെ തന്നെ ഇതിരിക്കും. അതാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത് പറയുന്നത്, വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 3-1 മരിച്ചുപോയി. തീ, പുക, ഗന്ധകം എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിൽ നിന്ന് വരുന്ന മിസൈൽസിൽ നിന്ന് വരുന്നതായിട്ടുള്ള മെറ്റീരിയൽസ് ആണത്. പിന്നെ ഇതിൻ്റെ വാല് എന്ന് പറയുന്നത് ദർശനത്തിൽ കാണുന്നത് അതിൻ്റെ ആ പീരങ്കിയുടെ ആ ഷെല്ല് അയക്കാനായിട്ടുള്ള ഇതിനെ പറ്റിയാണത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ എക്സാക്ട്ലി ഇത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ വരച്ചതാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഏതാണ്ട് ഇതുപോലെയാണ്. 200 മില്യൺ ഇങ്ങനത്തെ യുദ്ധോപകരണങ്ങളുണ്ട്, അതിൻ്റെ മേലെ ആളിരിക്കുന്നുണ്ട് എന്നൊക്കെ ആളുടെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. വായ സിംഹത്തെ പോലെ മിസൈൽസ് ഘടിപ്പിച്ചതായിരുന്നു. മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു ന്യൂക്ലിയർ മിസൈൽ ഘടിപ്പിച്ചതാകാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു നാശം, ഭൂമിയിൽ 3-1 ജനങ്ങൾ മരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. ഈ ചിത്രം ഒരു മാതൃക മാത്രമാണ്. യഥാർത്ഥത്തിലുള്ളത് ഇതിൽ നിന്നും വിഭിന്നമായിരിക്കും.